എടാ നിന്നെ പഠിക്കണ കാലം തൊട്ട് കാണാൻ തുടങ്ങിയതല്ലേ, ഈ കൂടുതൽ എപ്പോഴും ഒരു ധൈര്യ. വാടാ വെള്ളം കുടിച്ചു പോവാ, വീട്ടിൽ കയറി വേണോ? വാടാ, എന്താ പത്തോട്ട് വെള്ളം കുടിക്കാൻ അത്ര പണിയുണ്ടോ? ഇതെന്താ എല്ലാരും മറത്തിരിക്കണ്ടല്ലോ? പക്ഷെ വെള്ളം എടുത്താ കളിക്കാൻ പോയില്ലേ എന്ന്? ഇപ്പച്ചിയുടെ 10ാം ക്ലാസ്സിലെ ഫോട്ടോഗ്രാഫ് കിട്ടിയിട്ടുണ്ട്. അതെ, എടാ നമ്മള് 10ല് ഫോട്ടോ കിട്ടിയിട്ടത്. അയവ കൊറേ കാലം അന്വേഷിച്ചെടുക്കുന്നത്. ഫോട്ടോഗ്രാഫ് അല്ല, ഓട്ടോഗ്രാഫ് കിട്ടിയിരുന്നു. ഫോട്ടോഗ്രാഫാ? ഞാൻ വീടോട്ടോ, വെള്ളം കുടിച്ചോ? അല്ല, വെള്ളം വേണ്ടേ? വെള്ളം കുടിക്കാല്ലേ? എന്റെ 10ാം ക്ലാസ്സിൽ ഓട്ടോഗ്രാഫ് കിട്ടിയെന്ന് പറഞ്ഞു. എടുത്തേ, കൊടുത്തു വരാം. ഞാനതിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. എന്റെ മോനെ, എന്താ ആർട്ട് വർക്ക്? ഇത് വിദ്യ വരച്ചല്ലേ? എനിക്കറിയില്ല, പോയി ചോദിച്ചു നോക്ക്. പ്രേമക്കടലിൽ ചാടിയാലും അറബിക്കടലിൽ ചാടരുത്. ഇനിയിപ്പോ ചാടുന്നല്ലേ? ഹൃദയമാകുന്ന ഫോണിൽ സ്നേഹമാകുന്ന നമ്പർ ഇട്ട് മനസ്സാകുന്ന സ്വിച്ച് അമർത്തിയാൽ എന്നെ ഓർക്കാം. ജയപ്രദ. ജയപ്രദ ജയകൃഷ്ണല്ലേ? പൊന്നോ, ഇതൊക്കെ ഒരു സാഹിത്യല്ലേ? ഇതിലൊന്നും സത്യമില്ല അല്ലേ? ഇത് വേറൊന്ന്, തിരിച്ചു കിട്ടാത്ത സ്നേഹം മനസ്സിന്റെ നൊമ്പരമാണ്. നമ്മുടെ അമ്മ മക്കളെ കുറച്ച് എടാ, ഇത് വിഷ് ഓൾ ദി ബെസ്റ്റ് ഒക്കെ ഉണ്ടോ? അതൊക്കെ ഒന്ന് വായിക്കണടക്ക്. ഓർക്കാൻ പല മുഖങ്ങളുണ്ടെങ്കിലും ഈ പാവം ഹരിയെ മറക്കരുത്. ഇത് നമ്മുടെ ഹരിതല്ലേ? എടാ, അത് ഹരിതല്ലടാ, ഹരിദാസേ. അവ ഇപ്പോഴും പൈസ കടന്നു വെച്ച് വിളിക്കുന്ന ഓനെ ഞാൻ എങ്ങനെ മറക്കാനാ? റിയാസിന്റെ ഈ കുസൃതി ഇനി എന്നും നിലനിൽക്കട്ടെ. സെലീന ഒരു കുസൃതിക്കാരൻ. നിന്റെ കുസൃതി കുറച്ച് കൂടുന്നുണ്ട്. 1 2 3 4. നിന്റെ ചെറിയ കുസൃതിയോടെ അത് ഉറങ്ങാടാ, അത് പാവാ എന്റെ പോലെ. അല്ല ഉപ്പച്ചേ, ഈ മാമ ഇതിൽ എഴുതിയിട്ടില്ലേ? ഇല്ല ഉണ്ണിയെ, ഇതില് ഫുള്ള് പെണ്ണുങ്ങൾ മാത്രമേ എഴുതിണ്ടാവുള്ളൂ. അത് ശരിയാട്ടാ, നമുക്ക് ഇനി അടുത്ത പേജ് നോക്കാം. ക്ലബിൽ മീറ്റിംഗില്ലേ, പോണ്ടേ? നീച്ചേ മീറ്റിംഗ് വായോ. ഇക്ക കുറച്ച് കഴിഞ്ഞിട്ട് വരൂ കേട്ടാ. നീ എന്താണ് +2 ഫോട്ടോഗ്രാഫ് അകത്തിരിക്കുന്നുണ്ട്, വായോ. +2 കിട്ടിയ? അപ്പൊ അതിന് ഞാൻ ഉണ്ടാവല്ലോ. ഒന്ന് പോണ തെണ്ടി.